നിന്നാനാർഘമാം ശോണിതത്തിനാൽ വീണ്ടെടുത്തോരി ദാസരിൽ നിൻ കൃപാമൃതം ചിന്തണേയെന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതരൊത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നാദി നാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽ പിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി നമ്മളിന്ന് പ്രിയ മോഹൻലാൽ ചേട്ടന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ വേദനയിലും അവരുടെ പ്രിയപ്പെട്ടവരുടെ ആ വേർപാടിന്റെ നൊമ്പരത്തിലും ഒരൽപ്പം ആശ്വാസമാകുവാൻ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം എന്നും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും, നമ്മളാലാവും വിധം ആയുസ്സും ആരോഗ്യവും അനുവദിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ ആയിരിക്കുകയും ചെയ്യുമെന്നൊരു ഉറപ്പ് പ്രിയപ്പെട്ട രാണി ചേച്ചിക്കും അശ്വതി മോൾക്കും ആരതി മോൾക്കും കൊടുക്കുവാൻ വേണ്ടി കൂടെ. അത് ദൈവമക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുടുംബം എന്റെ ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു കുടുംബമാണ്. എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം ഒരുപോലെ എനിക്ക് കൂട്ടായിരുന്ന, എന്നെ ബലപ്പെടുത്തിയ, ധൈര്യപ്പെടുത്തിയ ഒരു കുടുംബമാണ്. ഏകദേശം 1999 അവസാനങ്ങളിലാണ് ഞാൻ രാഗിണി ചേച്ചിയെ പരിചയപ്പെടുന്നത്. അതും സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു പരിചയം ഉണ്ടാകുവാൻ, ആ ഒരു ബന്ധം ഉണ്ടാകുവാൻ കാരണം ആയത് രാഗിണി ചേച്ചിയുടെ വിശ്വാസ തീക്ഷ്ണതയാണ്. ഇന്ന് ഈ കുടുംബം ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ്. ഈ സഹോദരിയുടെ ജീവിതം അനേകർക്ക് വിളക്കായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഒരുപക്ഷെ സൗദി അറേബ്യയിലെ പ്രാർത്ഥന കൂട്ടായ്മകളിൽ ഞങ്ങളുടെ ആ കൂട്ടായ്മയുടെ ഒരുമിച്ച് വരവിന് കാരണമായി തീർന്നത് ഈ സഹോദരിയുടെ തീഷ്ണതയും അന്വേഷണ തൽപരതയുമായിരുന്നു. ഒരുപാടേറെ ഈശോയെക്കുറിച്ച് അറിയാൻ, ഈശോയെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിക്കാൻ മടി കാണിക്കാതിരുന്ന സഹോദരിയുടെ ആ ഒരു തീക്ഷ്ണതയാണ് ഇത്രയധികം ഞങ്ങളെയൊക്കെ പ്രാർത്ഥനയിലേക്ക് ഒന്നിപ്പിച്ചു കൊണ്ടുവന്നത്. പലയിടങ്ങളിലായിരുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നു. പിന്നീട് അവര് UK പോകുമ്പോഴും ആ വിശ്വാസം കെട്ടുപോകാതെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളിലൂടെ ദൈവം അവരെ നടത്തുമ്പോഴും ആ വിശ്വാസത്തിൽ അവര്, തീക്ഷ്ണതയിൽ അവര് ഉറച്ചു നിന്നു. പ്രിയപ്പെട്ട മോഹൻലാൽ ചേട്ടനും ആ വിശ്വാസത്തെ ഉൾക്കൊള്ളുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കുന്നതും നമുക്കെല്ലാവർക്കും സന്തോഷം നൽകാൻ സാധിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തീക്ഷ്ണത നമ്മിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് പെട്ടെന്നുള്ള ഈ വേർപാടില് സഹോദരന്റെ ആ വേർപാടില് ഈ കുടുംബത്തിനുണ്ടാകുന്ന വലിയ ദുഃഖം, ആ വേദന, അവയെല്ലാം മറികടക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ആ വേദനയെല്ലാം കെടുത്തിക്കളയുവാൻ, മറിച്ച്
സ്വർഗത്തിൽ ദൈവപിതാവിന്റെ മുമ്പിൽ ഈശോയുടെ പക്കൽ ത്രിയേക ദൈവസമക്ഷം ജീവിക്കുന്ന മോഹൻലാൽ സഹോദരന്റെ ആത്മാവിനെ കണ്ടുകൊണ്ട് ഈ കുടുംബത്തിന് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ് ഈ കുടുംബം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകളെയും. ആ നന്മകള് ഈ കുടുംബത്തില് വരും തലമുറയില് അശ്വതിയുടെയും ആരതിയുടെയും ജീവിതത്തിലും കർത്താവിന്റെ ആ കൃപകള് വളരട്ടെ എന്നും അതുപോലെ തന്നെ ആ കൃപകള് കൂടുതൽ അഭിഷേകമായിട്ട് അനേകരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും പ്രാർത്ഥനയിൽ നമുക്കൊന്നായിരിക്കാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സമൃദ്ധമായ കൃപയാല് വിശുദ്ധരുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും കൂടുതൽ സംരക്ഷിക്കപ്പെടട്ടെ. കൂടുതൽ കൃപയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.